അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ത് പിടിയിട്ടിട്ട് ഇളക്കിയെടുക്കുന്ന റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏകദേശം ഒരു കപ്പ് ഈന്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ചൂടുള്ള വെള്ളം, ലൈറ്റ് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഇതൊന്ന് കുഴച്ചെടുക്കുക. നമുക്ക് പിടിക്ക് ഉരുട്ടാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാനുള്ള ഈ ഒരു പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ പിടിയിടാൻ ഇതിൻ്റെ പൊടി ഫുള്ളായിട്ട് ഇതിൻ്റെ പൊടി തന്നെ എടുക്കണമെന്നില്ല. ഇതിൻ്റെ പൊടിയിലേക്ക് അരിപ്പൊടിയും കൂടി ചേർക്കട്ടോ. ഒരു കപ്പ് ഇതിൻ്റെ പൊടി എടുക്കുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് അരിപ്പൊടി നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഇതിൻ്റെ ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പകുതി അരിപ്പൊടി പകുതി ഇതിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് പിടി ഉണ്ടാക്കിയെടുക്കാം. തേങ്ങയുടെ അരപ്പ് വേണം. അതിലേക്ക് കുറച്ച് തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, പെരിഞ്ചീരകം, കുറച്ച് വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് അരച്ചെടുത്താൽ മതി. നല്ലോണം അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. കുറച്ച് ബീഫ് വേവിച്ചെടുത്തതാണ്. ഇത് നമ്മൾ പൊയ്ക്കിലൊക്കെ ഇടുന്ന ടൈപ്പ് ബീഫ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എല്ല് അതുപോലെ തന്നെ കുറച്ച് നെയ്യൊക്കെ കൂടിയിട്ടുള്ള പാർട്സ് വാങ്ങിച്ചിട്ട് അത് ഉപ്പ്, മഞ്ഞൾ, മുളകൊക്കെ ചേർത്തിട്ട് നല്ലോണം തന്നെ വേവിച്ചെടുത്തതാണ്. അത് ഇതാ നമ്മൾ പിടിയിടുന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇതിൻ്റെ പിടി ഇതിലോട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു പച്ചക്കായ നല്ലോണം ഒന്ന് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇതിലേക്കിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി നല്ലോണം തന്നെ ഇതൊരു 5 മിനിറ്റ് നല്ലോണം തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ ഈന്തപ്പിടി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാനൊരു പച്ചക്കായ വേവിച്ചിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഇതാ നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈന്ത് ഇഷ്ടപ്പെടുന്നവർക്ക്, അതിൻ്റെ ഒരു ചൊയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല ഹെൽത്തിയാണ് കേട്ടോ ഈ ഒരു ഈന്ത് കഴിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഈന്തപ്പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉച്ചക്കേക്കുള്ള ബീഫ് കറി റെഡിയാക്കി എടുക്കുകയാണ്. ഉച്ചക്ക് വേഗം തന്നെ ചോറും കറിയൊക്കെ ആക്കി അത് കഴിച്ചിട്ട് പുറത്ത് പോകണം. അപ്പോൾ മക്കൾ കുറേ ദിവസമായി പറയുന്നത് എവിടെയെങ്കിലും പോകണം എന്ന്. അപ്പോൾ വെക്കേഷനും ഒക്കെ ആയതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് പോകണം എന്നിങ്ങനെ കുറേ ദിവസമായി. അപ്പോൾ ഇങ്ങനെ എവിടെ പോകാമെന്നിങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു അവിടെ ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. മോന്താലെന്ന് പറഞ്ഞ സ്ഥലത്ത് ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടത്തേക്ക് പോവാണ്.
ആവൂല